വേണു, ഇപ്പോൾ നമ്മോടൊപ്പം ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാറാണുള്ളത്. സർ, ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 24 മണിക്കൂറായി ഒരു മാനതകളില്ലാത്ത പ്രവർത്തനമാണ് നടത്തുന്നത്. ഒരു സംശയവുമില്ല, ഒരു സല്യൂട്ട് ഡിസർവിംഗ് ജോലിയാണ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോഴും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ വെല്ലുവിളിയാണ് ഫയർഫോഴ്സിന് മുൻപിലുള്ളത്? വലിയ വലിയ വെല്ലുവിളികളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഇതുവരെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കേരളത്തിന്റെ ചരിത്രത്തിൽ നേരിടാത്തൊരു വെല്ലുവിളിയാണ് നേരിടുന്നത്. കാരണം ഇത് അണ്ടർഗ്രൗണ്ടിലുള്ള ടണൽസാണ്. ഈ ടണൽസ് എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങളായിട്ട് അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ പലതുമുണ്ട്. ഇത് തന്നെ 140ഓളം മീറ്റർ റെയിൽവേ ട്രാക്കിലാണ്. ട്രാക്ക് നമ്പർ 1 to 4 ഇടയിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ സ്കൂബ ഡൈവേഴ്സ് നോക്കിയപ്പോൾ അവർക്കൊരു 30 തൊട്ട് 40 മീറ്റർ വരെ മാത്രമേ പോകാൻ കഴിഞ്ഞുള്ളൂ. അതുവരെ വെള്ളമുള്ളൂ. പിന്നെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂട്ടിയ വലിയൊരു പാറയായിട്ട് ടൺ കണക്കിന് മാലിന്യം അവരുടെ ശരീരത്തിൽ വന്ന് പതുക്കുകയാണ്. അവർക്ക് നിവർന്ന് നിൽക്കാനും ശ്വാസം വിടാനോ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോയാലേ മുന്നോട്ട് പോകാൻ കഴിയും. അതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഏകോപനം ആവശ്യമാണ്. അതിനാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം കൂടിയത്. റെയിൽവേ അതോറിറ്റീസും ഡിസ്ട്രിക്ട് കളക്ടറും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും, ഇവരൊക്കെ റെയിൽവേ കോൺട്രാക്ടറുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യാനും, കാരണം ഇതിൻ്റെ മാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മാപ്പ് തന്നെ സൈഡ് ട്രാക്ക് സിസ്റ്റം പോലെ, സൈഡ് കനാൽ സിസ്റ്റം പോലെ ഉണ്ട്. അങ്ങോട്ടെങ്ങാനും ഒഴുകിപ്പോയിട്ടുണ്ടോ, ഒഴുക്കിൽപ്പെട്ട് ഏതെങ്കിലും ഗാർബേജ് സ്റ്റക്കായിട്ടുണ്ടോ, ഇതെല്ലാം നോക്കണമെങ്കിൽ ഇനിയും സെർച്ച് നടത്തിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂബ ടീംസ് 25 അംഗ സ്കൂബ ടീംസ് മറ്റ് ജില്ലകളിൽ നിന്നും വന്നിട്ടുണ്ട്. അവർ 3 പേരുടെ ടീംസായിട്ട്, കാരണം ഒരു ടീമിന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല. അവരുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട്, അവരുടെ സുരക്ഷയുടെ പ്രശ്നമുണ്ട്, അവർ ക്ഷീണിതരാവും. അപ്പോൾ ഷിഫ്റ്റ് സിസ്റ്റം വെച്ചിട്ട് 24 മണിക്കൂർ കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരു ടെമ്പററി കൺട്രോളും കൂടെ സ്ഥാപിക്കുന്നുണ്ട്. അതിൽ ഡയറക്ടർ ടെക്നിക്കൽ അതിൻ്റെ ചാർജ് ആയിരിക്കും. അപ്പോൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സഹായത്തോടെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനൊപ്പം തന്നെ ഞങ്ങൾ ഡൈവിങ്ങും കണ്ടിന്യൂ ചെയ്യും. എങ്ങനെയും ഈ വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ദൗത്യം. അത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ദൗത്യമാണ്. ഞങ്ങളുടെ ഫയർ സർവീസ് പേഴ്സണൽ അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. 130 മീറ്റർ ഉള്ള ഈ ടണലിൽ എത്ര മീറ്റർ മാലിന്യം നമുക്ക് നീക്കാൻ പറ്റിയിട്ടുണ്ട്? ഞങ്ങൾ മാലിന്യം നീക്കൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അതിന് മറ്റേ റെയിൽവേയുടെ പെർമിഷൻ വേണം, റെയിൽവേയുടെ എഞ്ചിനീയേഴ്സ് ചെയ്യണം, അവരുടെ കോൺട്രാക്ടറുണ്ട്, അവരത് ചെയ്യും. അവർ ചെയ്യും. അവരത് ചെയ്യാന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. സീനിയർ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു റെയിൽവേസിൻ്റെ, ADRM എല്ലാം. അപ്പം ഇവർക്ക് വെള്ളമുള്ളിടത്തോളം സ്ഥലത്തേ പോകാൻ കഴിയുള്ളൂ. ഡൈവേഴ്സാണല്ലോ പ്രധാനമാണ്. ബാക്കി അങ്ങോട്ട് ഇവർ സ്റ്റക്കായി ഒരു റോഡ് ബ്ലോക്ക് പോലെ കിടക്കുകയാണ്. അവിടെ ഒരു വലിയ മാലിന്യ കുമ്പാരത്തിനടിയിലായി പോവുകയാണ്. ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇനി അത് ക്ലിയർ ചെയ്ത് വന്നാലേ ഈ വെള്ളമൊഴുക്കും സുഖമാവുള്ളൂ. അപ്പോഴേ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ ഏതിലെയാണ് പോയിരിക്കുന്നത്? ഇദ്ദേഹം പിന്നെ സൈഡിൽ ട്രാക്കിലെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും ഗാർബേജിൽ പെട്ടുപോയിട്ടുണ്ടോ? ഇതൊക്കെ വിശദമായ പരിശോധന ഉണ്ടെങ്കിലും പറ്റുള്ളൂ. റോബോട്ടിക് പരിശോധനയും നേരിട്ടുള്ള പരിശോധനയും എല്ലാം വേണം. നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നു ഈ റൂട്ട് മാപ്പ് ഉൾപ്പെടെ റെയിൽവേയുടെ കയ്യിലാണ്. അവർ ആദ്യഘട്ടത്തിൽ തരാൻ നൽകിയിരുന്നത്. പിന്നീട് ഫയർഫോഴ്സുമായി സഹകരിക്കുന്നുണ്ടോ റെയിൽവേ? ഉണ്ട്. ഞാൻ സഹകരണം ഫുള്ളായിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും സഹകരണമുണ്ട്. അങ്ങനെ സഹകരണം ഇല്ലായ്മയൊന്നുമില്ല. ഞങ്ങളതിൻ്റെ ആക്ഷൻ പാർട്ടിലാണ് ഇപ്പോൾ. അപ്പോൾ അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞത്. അത് ഓരോന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകും. അത് വളരെ ഈസി ടാസ്ക് അല്ല. ഇതൊരു ലോങ് ലാസ്റ്റിംഗ്, ഒരു ഭയങ്കര ആർഡുവസ് ടാസ്ക്കാണ്. എത്ര ജില്ലകളിൽ നിന്നുള്ള സ്കൂബ ടീമും ഫയർഫോഴ്സ് ടീമും ഉണ്ട്? എത്ര യൂണിറ്റ്? സ്കൂബ ടീമിങ് ഞങ്ങൾക്കൊരു സ്കൂബ ട്രെയിനിങ് അക്കാഡമി ഉണ്ട്, ഫോർട്ട് കൊച്ചിയിലുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും സ്കൂബ ടീംസ് ഉണ്ട്. അവർക്കുള്ള സേഫ്റ്റി എക്യുപ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾ രാവിലെ കണ്ടു കാണുമല്ലോ, അവരുടെ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ട്, സ്കൂബ ഡൈവിംഗ് എക്യുപ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. സർക്കാർ എല്ലാം പർച്ചേസ് ചെയ്ത് തന്നിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ വെള്ളപ്പൊക്കം അതുപോലെ പ്രകൃതി ദുരന്തമുള്ള സമയത്താണ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഓപ്പറേഷൻ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. മാലിന്യം കടന്ന് മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? കാരണം ഈ ടണലിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ കഴിയില്ല. അത് സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം. കാരണം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടോ എന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. വേണു, ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാറാണ് നമ്മളോട് സംസാരിച്ചത്. ഉറപ്പായും ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25 മണിക്കൂറായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്തൊരു പ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രയധികം വലിയ എഫേർട്ട് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ യൂണിറ്റുകളായിരുന്നെങ്കിൽ ഇന്നത് കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ യൂണിറ്റിനെ എത്തിച്ചിട്ടുണ്ട്. ഒപ്പം സ്ക്യൂബ ഡൈവിംഗ് ടീമിനെ എത്തിച്ചിട്ടുണ്ട്. സ്ക്യൂബ ഡൈവിംഗ് ടീം തന്നെ നിലവിൽ 25 അംഗം സ്ക്യൂബ ഡൈവേഴ്സ് ഇവിടെയുണ്ട്. ഇന്നലെ അവർ ചെയ്ത ജോലി, അത് സാധാരണഗതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും, ഈ മാലിന്യത്തിനിടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ക്യാമറാമാൻമാരൊക്കെ അത്രയും വലിയ എഫർട്ട് എടുത്ത്
ആ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് സ്വാഭാവികമായുള്ള തളർച്ചയും സ്മെല്ലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ആ മാലിന്യ കൂമ്പാരത്തിലേക്കാണ് മുഴുവൻ ശരീരവും ഇറങ്ങി വെള്ളത്തിനടിയിലൂടെ ഊളിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ സ്കൂബ ഡൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ടീമിൽ ഏറ്റവും അധികം ജോലി ചെയ്ത, ഏറ്റവും പ്രയാസകരമായ ജോലി ചെയ്യുന്ന ടീമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾ അത്രയധികം ജോലി ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായ തളർച്ചയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 3 ടീമുകളായി ഓരോ ടീമിലും 3 പേർ വെച്ചായി വിവിധ ടീമുകളായി തിരിച്ചിട്ടാണ് ഈ സ്കൂബ ഡൈവിംഗ് ഇപ്പോൾ നടക്കുന്നത്. അത് വിവിധ ജില്ലകളിൽ നിന്നുള്ള, ഒപ്പം തന്നെ അവരുടെ ഹെഡ് ഓഫീസിൽ നിന്നുൾപ്പെടെയുള്ള സ്കൂബ ടീമുകൾ ഉണ്ട്. അത് പല സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ, കെ പത്മകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ ടണൽ 130 മീറ്റർ ടണലാണ്. ആ ടണലിനെ കൃത്യമായി പറഞ്ഞാൽ മന്ത്രി പറഞ്ഞത് 70 മീറ്റർ മാത്രമാണ് പോകാൻ കഴിഞ്ഞത്. 60 മീറ്റർ ഇനിയും പോകാനുണ്ട് എന്നാണ്. അതായത് ഇന്ന് ഈ 25 മണിക്കൂറിനിടയിൽ മാത്രം ഇത്രയും ദൂരമാണ് പോകാൻ കഴിഞ്ഞത്. ഇതിനിടയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മാലിന്യം നീക്കം ചെയ്യുന്നത് വലിയൊരു ടാസ്കായി തന്നെ നിൽക്കുകയാണ്. ഈ സാധാരണ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ ഈ സ്ഥലത്ത്, അതായത് ജോയി ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നത് പോലെ എളുപ്പത്തിലുള്ള പണിയല്ല ടണലിനുള്ളിലെ മാലിന്യം നീക്കം ചെയ്യുന്നത്. മാത്രമല്ല അത് എക്സ്ക്ലൂസീവ്ലി റെയിൽവേയുടെ പ്രെമിസസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ അത് മാറ്റാനും കഴിയൂ. അതുകൊണ്ട് അവരുടെ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇതുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അധികൃതരൊക്കെ സൂചിപ്പിക്കുന്നത്. അല്പസമയം മുൻപ് ചേർന്ന ഉന്നതതല യോഗത്തിലും റെയിൽവേയുടെ അധികൃതരൊക്കെ ഉണ്ടായിരുന്നു. ഈ കനാലിന്റെ, ഈ ടണലിന്റെ റൂട്ട് മാപ്പും റെയിൽവേയുടെ കയ്യിലായിരുന്നു ഉള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ആ റൂട്ട് മാപ്പ് ലഭിക്കാത്തതും വലിയ വെല്ലുവിളിയായി തന്നെ തുടർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ റൂട്ട് മാപ്പ് റെയിൽവേ ഈ രക്ഷാദൗത്യ സേനയ്ക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി ഉപയോഗിച്ചുകൊണ്ട് ഇനി വലിയ ഈ ഒഴുക്ക് എവിടേക്ക് പോകുമെന്നത് ഉൾപ്പെടെയുള്ളതിൽ ഒരു ഏകദേശ ധാരണ എടുത്ത് ഇനി പരിശോധന നടത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും മാലിന്യം നീക്കം ചെയ്യാൻ അതിന് പ്രത്യേക എഫേർട്ട് വേണ്ടതാണ്. അത്രയധികം കല്ലുപോലെ കട്ടിപിടിച്ച് കിടക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം എത്രയോ കാലങ്ങളായി, എത്രയോ വർഷങ്ങളായി നീക്കം ചെയ്യാത്ത മാലിന്യമാണ്. സാധാരണഗതിയിൽ ഈ തോടിന്റെ മറുവശങ്ങളിലുള്ള ഈ വിവാദങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇടയ്ക്കൊക്കെ പേരിനെങ്കിലും മാറ്റുമെങ്കിൽ ഈ ടണലിനടിയിലുള്ള മാലിന്യം വർഷങ്ങളായി മാറ്റാനേ സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ കട്ടിപിടിച്ച വർഷങ്ങളായുള്ള വേസ്റ്റാണ്. ആ വേസ്റ്റ് മാറ്റുന്നതനുസരിച്ച് അത് എത്ര സമയം എടുക്കുമെന്നതൊക്കെ അനുസരിച്ചിരിക്കും ഈ രക്ഷാപ്രവർത്തനം. പക്ഷെ അതിനു മുൻപ്, ആ മാലിന്യമൊക്കെ നീക്കം ചെയ്യുന്നതിന് മുൻപ് ജോയിയെ കണ്ടെത്താനാവുമെന്നൊരു പ്രതീക്ഷ നിലവിലുണ്ട്. ഇപ്പോൾ സ്കൂബ ടീം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിനായി ആദ്യം ഇറങ്ങിയ ടണൽ, അതിന്റെ